നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ദുരന്തമായി മാറുകയാണ് കാടിറങ്ങുന്ന മൃഗങ്ങൾ. അപ്പോഴും കൃത്യമായ രീതിയിൽ ഇതിന് ഓർഡറുകൾ വരുന്നില്ല, ഉത്തരവുകൾ വരുന്നില്ല, അല്ലെങ്കിൽ നടപടികളിലേക്ക് ശക്തമായുള്ള നടപടികളിലേക്കൊക്കെ കടക്കാൻ വൈകുന്നു എന്നുള്ള സ്ഥിരം പരാതികളുണ്ട് വന്യവകുപ്പിനെതിരെ. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ വയനാട്ടിലൊക്കെ വലിയ രീതിയിലേക്ക് പ്രതിഷേധവുമായി ജനങ്ങൾ നിരത്തിലിറങ്ങിയ ഒരു അവസ്ഥയുണ്ട്, ആ തരത്തിലേക്ക് മാറുന്നു എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുക? തീർച്ചയായും ജനങ്ങൾ അങ്ങേറ്റം പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ കക്കയത്ത് ഈ കാട്ടുപോത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടും വലിയ പരാതികൾ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ കൂരാച്ചുണ്ട് മേഖലയിലടക്കം ഇന്നലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി വിതയ്ക്കുന്ന രീതിയിൽ ഈ കാട്ടുപോത്തുകൾ എത്തിയിട്ടും ഈ ആവശ്യമായ മുൻകരുതലുകൾ ഈ DFOയുടെയും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ഒരു ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഈ കൊയ്ഫ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് DFO, പെരുവണ്ണാമൂഴി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണം, ഇവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം എന്നീ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന്, എബ്രഹാമിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കുക, അതിൽ 25 ലക്ഷം രൂപ 24 മണിക്കൂറിനുള്ളിൽ അനുവദിക്കുക. ഒപ്പം കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകുക, ആക്രമിച്ച കാട്ടുപോത്തിനെ ഉടൻ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവിറക്കുക, കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇപ്പോൾ ഈ കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങളിൽ ഊന്നിയായിരിക്കും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നാട്ടുകാർ തിരിയുക എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും അങ്ങേയറ്റം ഗൗരവതരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം വയനാട്ടിലെ അജീഷിന്റെയും പോളിന്റെയും മരണത്തെ തുടർന്ന് വലിയ ജനകീയ രോക്ഷം വയനാട്ടിൽ നിന്നും ഉയർന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചത്. തുടർന്നാണ് ഈ അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം. പിന്നീടാണ് വീണ്ടും നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ നേര്യമംഗലത്ത് ഉണ്ടായ അയോധ്യയ്ക്ക് നേരെ ഉണ്ടായ കാട്ടാനയുടെ ആക്രമണവും അവരുടെ മരണവും പിന്നീടുണ്ടായ സംഭവവാസങ്ങളും ഒക്കെ നമ്മൾ കണ്ട് ആ ഒരു നടുക്കത്തിൽ ആ വിഷയം തന്നെ കേരളം വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ 2 മരണങ്ങൾ ഒരേ സമയത്ത് ഏതാണ്ട് 2 സ്ഥലങ്ങളിലായി വനത്തോട് ചേർന്ന ഇടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അത് അങ്ങേയറ്റം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം നീങ്ങുന്നു. ഒരിടത്ത് കാട്ടുപോത്താണ് നാശം വിതയ്ക്കുന്നതെങ്കിൽ മറ്റൊരിടത്ത് കാട്ടാന തന്നെ പ്രശ്നം സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഏതു തരത്തിലായാലും വന്യജീവികളെ കൊണ്ട് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം വേനൽക്കാലമാണ്, വേനൽ കടുക്കുമ്പോൾ ജലസ്രോതസ്സുകളും മറ്റും കാട്ടിൽ ഇല്ലാതെയാവുന്നു, അല്ലെങ്കിൽ കാട്ട് പഴങ്ങളുടെയും മറ്റുമൊക്കെ കാര്യത്തിൽ ദൗർലഭ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇത്തരം മൃഗങ്ങൾ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്ന സൂചനകൾ തന്നെയാണ് നേരത്തെയും പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഈ ഗവേഷണങ്ങൾ നടത്തുന്നവരും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ അജീഷിന്റെ മരണമൊക്കെ നടന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ ആനകളും കൂടുതൽ പോത്തുകളുമൊക്കെ കരടികളുമൊക്കെ ഇനിയും പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ തന്നെ ആണുള്ളത്. എന്തായാലും അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനീഷ ഇതിനകത്ത് ചില നടപടികളിലേക്കൊക്കെ കടന്നിരുന്നല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടുക, ഈ വനപാലക സംഘം ഒക്കെ പെട്രോളിങ്ങിന് എത്തുക, ആ രീതിയിലേക്കുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നല്ലോ. പക്ഷെ അപ്പോഴും കൃത്യമായ രീതിയിൽ ഈ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറച്ചു പറയുകയാണോ ജനങ്ങൾ? തീർച്ചയായും ജനങ്ങൾ ഇത്തരം പലയിടങ്ങളിലും നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും മായി കാര്യങ്ങൾ നടപ്പിലാവുന്നില്ല എന്നതാണ് പറയാൻ കഴിയുക. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുണ്ട്. കാരണം ഒരു ദിവസം ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്താവും ഇത്തരം പ്രശ്നം ഉണ്ടാവുക. ഒരു ദിവസം കാട്ടാന മൂലമാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരു ദിവസം കാട്ടുപോത്തും ഇറങ്ങുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ശാശ്വതമായ നയം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വേണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്ന രീതിയിൽ തന്നെയാണ് ആവശ്യങ്ങൾ വരുന്നത്. എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും ഫെൻസിങ് ഇട്ട് ആ കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. ഈ ട്രെഞ്ചുകൾ കുഴിച്ച് ആനകൾക്ക് മറ്റും ജനവാസ മേഖലകളിലേക്ക്
കടന്നു വരാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക, ഒപ്പം ജനവാസ കേന്ദ്രങ്ങളെ കൃത്യമായി അതിൽ തിരിച്ച് ഈ കാട്ടിൽ നിന്ന് മാറ്റുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം ഈ അക്കേഷ്യ പോലുള്ള മരങ്ങൾ കാട്ടിലുണ്ടാകുമ്പോൾ, തേക്ക് പോലെയുള്ള വൻമരങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവികൾക്ക് കാര്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നതാണ് ഈ ജീവികൾ പുറത്തേക്ക് വരാൻ സാഹചര്യം. ഈ വെള്ളം ലഭ്യമാവാത്ത ഒരു സാഹചര്യം കാട്ടിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് മൃഗങ്ങൾ വലിയ തോതിൽ പുറത്തേക്ക് വരുന്നതിന് കാരണം. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള, അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെ ആണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതെന്നാണ് ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ പറയുന്നത്. അനീഷ്, അതോടൊപ്പം തന്നെ കക്കയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് നേരത്തെയുള്ള പട്രോളിംഗിലേക്കൊക്കെ കടന്നത്. അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായതുമില്ല. ഈ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇപ്പോഴും കാട്ടുപോത്തിന്റെ സാന്നിധ്യമില്ലേ? അതായത് അടിയന്തരമായിട്ട് തന്നെ നടപടികൾ എടുക്കേണ്ടത്, മറ്റൊരു ദുരന്തത്തിന് വഴിവെക്കാത്ത രീതിയിൽ നടപടികൾ എടുക്കേണ്ട രീതിയിലേക്കുള്ള ഒരു സാന്നിധ്യവും അവിടെ ഇല്ലേ? തീർച്ചയായും നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം തന്നെ അനുസരിച്ച് ഇന്നലെ കാട്ടുപോത്ത് ഈ കുരാച്ചുണ്ട് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വലിയ ഭീതി ജനിപ്പിച്ചിരുന്നു. നാട്ടുകാരിൽ പലരും ഈ കാട്ടുപോത്തിനെ കാണുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഒരു ഭീഷണി നിലനിന്നിട്ടും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതിരുന്നു. അല്ലെങ്കിൽ ആ സ്ഥലത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കാട്ടുപോത്തുകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും തുരത്തുന്നതിനുള്ള നടപടികളോ ഒന്നും ഈ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതാണ് ജനങ്ങൾ ഒരു വലിയ പരാതിയായി മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ നേരത്തെ ഞാനൊന്ന് ഇടപെടുന്നു അനീഷ്, ഞാൻ തിരികെ എത്താം. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രവീൺ കുമാർ, വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം